നമസ്കാരം. ഇത് ഗരുഡ ട്രക്സിൻ്റെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെ പുതിയ പുതിയ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 53 വണ്ടികൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഈ സ്റ്റോക്കുള്ള വണ്ടികളിൽ 12 ടണ്ണിൻ്റെ വണ്ടികൾ, 10 ടണ്ണിൻ്റെ വണ്ടികൾ, 9.5 ടണ്ണിൻ്റെ വണ്ടികൾ, 9 ടണ്ണിൻ്റെ, 8.5 ടണ്ണ്, അങ്ങനെ പല റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. ഏത് പർപ്പസിലുള്ള ആൾക്കാർക്കായാലും, അതായത് പാർസൽ സർവീസ് ഓട്ടക്കാർ, ലൈനിൽ ഓടണവർ, കാറ്ററിംഗുകാർ, ബിസിനസ് പർപ്പസ്, എന്ത് പർപ്പസിനുള്ള ആവശ്യക്കാർ വന്നു കഴിഞ്ഞാലും നമ്മളിൽ അത്ര ടണ്ണേജും അത്ര ഫീറ്റുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ ഈ 12 ടണ്ണിൻ്റെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഭാരത് ബെൻസ് 16, 17 രണ്ടെണ്ണം, ടാറ്റയുടെ അൾട്ര 19, 18 രണ്ടെണ്ണം, പിന്നെ ടാറ്റയുടെ 18, 16, 19, 16, അങ്ങനെ 12 ടണ്ണിൻ്റെ വണ്ടികൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ ഐഷർ 30, 13, 30, 14, 30, 15 അത്രയും വണ്ടികൾ. ലൈലൻഡ് 2015, 2016, 2020 ആ മോഡൽ വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ 16 വീല് വണ്ടി 2023 മോഡലുണ്ട്. പിന്നെ 32 അടി കണ്ടെയ്നർ, 24 അടി പ്ലാറ്റ്ഫോം വണ്ടി അൾട്ര, അതേമാതിരി 32 അടി ലൈലൻഡിൻ്റെ വണ്ടി, 34 അടി ലൈലൻഡിൻ്റെ വണ്ടികൾ, പിന്നെ 12 വീല് വണ്ടി ലൈലൻഡിൻ്റെ 2022 മോഡലാണ്. അപ്പോൾ വണ്ടികൾ കണ്ടമാനം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. എല്ലാവരും വണ്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് പോരെ. നമുക്ക് മാക്സിമം എമൗണ്ട് നമുക്ക് ഫൈനാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു നല്ല ട്രാക്കുള്ള പാർട്ടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ലോൺ ഇട്ട് തരാം. ഒരുവിധം കുഴപ്പമില്ലാത്ത ട്രാക്കുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ലോൺ ഇട്ട് തരാം. ഇനി ട്രാക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 70-75% വരെ ലോൺ ഇട്ട് തരാം. ഇല്ല, ട്രാക്കില്ല, ഗ്യാരണ്ടറായിട്ട് ട്രാക്കുള്ള ഒരാൾ ഒപ്പിടാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് മാക്സിമം ലോൺ ചെയ്യിപ്പിച്ച് തരാൻ പറ്റും. എങ്ങനെയായാലും നമുക്കൊരു ആവശ്യക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗരുഡ ട്രക്സായിട്ട് ബന്ധപ്പെടുക. ഞാൻ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിനാൻസ് എടുക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് ഫൈനാൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ അതിപ്പോൾ നമ്മുടെ നിന്ന് വണ്ടി മേടിക്കാൻ വെച്ചാലും ആരുടെ വണ്ടി മേടിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പരമാവധി ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടച്ചു പോകാൻ പറ്റണം. നമുക്കൊരു മാസം കുറച്ച് കുറഞ്ഞാലും നമുക്ക് അടച്ചേ പോകാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം. അല്ലാണ്ട് ഇപ്പോൾ വണ്ടി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആകെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. കാരണം അടവടയ്ക്കാൻ പറ്റില്ല, വണ്ടിയുടെ മെക്കാനിക്ക് നോക്കാൻ പറ്റില്ല, മെയിൻ്റനൻസ് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവനവൻ്റെ ബഡ്ജറ്റിനുള്ളത് ലോൺ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിനുള്ള വണ്ടികൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളെ കൊണ്ട് അടച്ച് തീർക്കാൻ പറ്റും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമുള്ള വണ്ടികൾ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. അപ്പോൾ എന്താവശ്യത്തിനും നമ്മളായിട്ട് ബന്ധപ്പെടുക, നമ്മളെ വിളിക്കുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും വണ്ടികൾ നമുക്ക് കാണാം. ഏതാ പറ്റണ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് നമ്മുടെ